ഹലോ, ഇന്ന് ചിക്കൻ വെച്ചിട്ടൊരു റെസിപ്പി വീഡിയോ ആയല്ലോ. നമ്മളുടെ റെസിപ്പി എന്ന് പറയുന്നത് ചിക്കൻ കൊണ്ടാട്ടമാണ് കേട്ടോ. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ചിക്കൻ, അതിലേക്ക് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി, കാശ്മീരി ചില്ലി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, മുട്ട, കോൺഫ്ലവർ, ലേശം മൈദ എല്ലാം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്യണം കേട്ടോ. ഉപ്പിടാൻ മറക്കല്ലേ. അതിനുശേഷം 2 മണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. അറ്റ്ലീസ്റ്റ് ഒരു അരമണിക്കൂറെങ്കിലും ഫ്രിഡ്ജിൽ വെക്കാൻ നോക്കണേ. ഫ്രീസറിൽ വെക്കരുത്. നമുക്ക് ടൈമില്ലാത്ത കാരണം അരമണിക്കൂർ വെച്ചോളൂ കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി വെക്കാം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ചിക്കൻ ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കും. ഈ ടൈം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് റെഡിയാക്കിയാലോ. അപ്പോൾ അതിനാവശ്യമായിട്ട് ഒരു 10 ചുവന്നുള്ളി എടുക്കുക, ഒരു പകുതി സവാള എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ചെറുതാക്കി അരിഞ്ഞ് വെക്കുക. പിന്നെ ഉള്ളത് ഇഞ്ചി വെളുത്തുള്ളിയാണ്. അത് നല്ലോണം പേസ്റ്റാക്കി അരച്ച് വെക്കുക. നമ്മൾ 2 പച്ചമുളകും ഒരു ചെറിയൊരു ക്യാപ്സിക്കവും ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമുക്ക് അതും അരിഞ്ഞ് വെച്ച് കഴിഞ്ഞാൽ സമയം ലാഭിക്കാം. മോട്ടിവേഷൻ ആയാലോ. നമുക്ക് എന്തെങ്കിലും വിഷമം, സങ്കടം എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ കൂടുതലും എൻഗേജ്ഡ് ആവാൻ നോക്കുക. ഈ പറഞ്ഞ പോലെ കുക്കിംഗ്, ഗാർഡനിങ്, റീഡിങ് അല്ലെങ്കിൽ പാട്ട് കേൾക്കുക, അങ്ങനെ എന്തെങ്കിലും എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ നമ്മൾ പകുതി പ്രോബ്ലം സോൾവ്ഡ് ആണ്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ കാലത്ത് കുറേ സൂസൈഡ് അറ്റംപ്റ്റുകൾ വരുന്നുണ്ട്. അതിലേക്കൊന്നും പോവാതെ ഡിപ്രഷനൊക്കെ ഒഴിവാക്കി ഓവർകം ചെയ്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇന്നും ലൈഫിൽ സക്സസ്ഫുള്ളാണ്. അപ്പോൾ കുക്കിങ്ങിലോട്ട് വന്നാലോ. അപ്പോൾ ആ ഓയിലിൽ തന്നെ ചുവന്നുള്ളി, സവാള, പച്ചമുളക്, ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടാം കേട്ടോ. അപ്പോൾ അതൊന്ന് ബ്രൗൺ നിറായി വരുമ്പോഴത്തേനും നമുക്ക് മഞ്ഞൾപ്പൊടി, ലേശം മുളക് പൊടി ഇടാം കേട്ടോ, ഓരോരുത്തരുടെ സ്പൈസ് അനുസരിച്ച്. അതിനുശേഷം സോയാ സോസും ടൊമാറ്റോ സോസും ഒഴിക്കുക. ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം വഴണ്ടി വരുമ്പോൾ നമ്മൾ ചിക്കൻ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ട് കൂട്ടോടി എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങളെ സപ്പോർട്ട്, പ്രാർത്ഥന എന്നും വേണം.